ഓം ശരവണഭവ. എന്തുകൊണ്ട് കിടക്കയിൽ നിന്നും വലതുവശം തിരഞ്ഞെനിക്കണം എന്ന് പറയുന്നത്? ദിവസത്തിലെപ്പോഴെങ്കിലും കുസൃതി അല്പം കിട്ടുന്നു. കുട്ടികളെപ്പറ്റി രക്ഷിതാക്കൾ സാധാരണ പറയാറുണ്ട്, ഇവൻ ഇന്ന് ഇടതുവശം നോക്കിയാണ് എഴുന്നേറ്റിരിക്കുന്നത്. ആ ചൊല്ലിൽ നിന്നുണ്ടാകുന്ന ഇടതുവശം തിരഞ്ഞെഴുന്നേറ്റാൽ എന്തോ കുഴപ്പമാണെന്ന് മനസ്സിലാകും. മേലുദ്ധരിച്ച് രക്ഷിതാക്കൾ വ്യക്തമായി മനസ്സിലാക്കി പറയുന്നതെങ്കിലും ദിവസവും വലതുവശം തിരഞ്ഞെടുക്കേണ്ട ആവശ്യകത വളരെ വലുതാണ്. നമ്മുടെ ഋഷീശ്വരന്മാർ നമ്മെ പരിശീലിപ്പിച്ച ഈ ആരോഗ്യ മാർഗത്തിന്റെ സാധ്യത അടുത്ത കാലമായി പാശ്ചാത്യന്മാരും പൂർണ്ണമായും അംഗീകരിച്ചു കഴിഞ്ഞു. നമ്മുടെ ശരീരത്തിനു ചുറ്റും 2 കാന്തിക വലയങ്ങളുണ്ട്. അവയിൽ ആദ്യത്തെ കാന്തിക വലയം കാലിൽ നിന്നും ശിരസിലേക്കും മറിച്ച് ശിരസിൽ നിന്നും കാലിലേക്കും പ്രദക്ഷിണം വയ്ക്കുന്നു. രണ്ടാമതാകട്ടെ ഇടതുവശത്തു നിന്നും മുൻവശത്തേക്കു കൂടെ വലത്തോട്ടും പ്രദക്ഷിണം വയ്ക്കുന്നു. പിന്നിൽ കൂടി ഇടതുവശത്തേക്കും പ്രദക്ഷിണം വയ്ക്കുകയാണ്. കാന്തിക വലയത്തിന്റെ ഗതിയനുസരിച്ച് ശരീര ചലനം കാന്തി വലയത്തിന്റെ ബെഡിംഗ് ദൃഢപ്പെടുത്തും. മറിച്ചായാൽ വെയിറ്റിംഗ് അയഞ്ഞ് ശരിയായ യന്ത്ര സംവിധാനത്തിന്റെ തന്നെ പ്രവർത്തനശേഷി ക്ഷയിപ്പിക്കാനിടവരും. ശരീരം വലതുവശം തിരഞ്ഞെടുക്കുന്നത് വെയിറ്റിംഗ് കൂടുതൽ ദൃഢമാകാൻ സഹായിക്കുമെന്ന് ആധുനിക വൈദ്യശാസ്ത്രം സമ്മതിക്കുന്നു.